നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി എൻ്റെ കിച്ചൻ്റെ മുകളിലുള്ളൊരു പോർഷന് ഞാൻ വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടൊരു ഭാഗമായിരുന്നു. കാരണം അവിടെ ഞാൻ ഡ്രസ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ വേറെ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല എന്നായിരുന്നു എൻ്റെയും ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഒരു 6 years ആയിട്ട് മറ്റേ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവർക്ക് അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കാപ്പിലറി റേറ്റ്സും അതുപോലെ ബാത്റൂം ലീക്കേജും. പക്ഷെ അവർക്ക് ഓപ്പൺ ടെറസിൽ നിന്ന് ഒരു ഭാഗം ഭയങ്കരമായിട്ട് ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടും എങ്ങനെയാണ് അവിടെ ലീക്കേജ് വരുന്നത് എന്നുള്ളത് എന്നെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. പക്ഷെ മുകളിലോട്ട് പോയി നോക്കിയപ്പോഴാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്, അവിടുത്തെ കുട്ടികളെല്ലാം അവരുടെ വസ്ത്രങ്ങളെല്ലാം അലക്കുന്നത് ആ ഡ്രസ് വർക്കിന് താഴെയായിരുന്നു. ആക്ച്വലി അവർ അത് ഡ്രെയിൻ ചെയ്യാതെ നേരിട്ടിട്ടായിരുന്നു അവിടെ അങ്ങനെ കൊടുന്നിട്ടിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സിലുള്ള പിന്നെ ഡിറ്റർജൻറ്റ് അതേപോലെ ആ സോപ്പിൻ്റെ വെള്ളം അത് ഇങ്ങനെ ഡ്രിപ്പായിട്ട് നമ്മളെ കോൺക്രീറ്റിലോട്ട് എത്തി. അത് കോൺക്രീറ്റിനെ അറ്റാക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി സ്റ്റീലിനെയും കൊറോഷൻ ചെയ്തിട്ടായിരുന്നു അവർക്ക് ആ ഒരു സ്ലാബിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. സോ അത് കണ്ടുനോക്കുമ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം, അതായത് ആ ഒരു ഒഴിവാക്കിയിട്ടിരുന്ന ഈ ഒരു പോർഷൻസ് ഞാൻ എന്ത് ചെയ്തു, ക്രിസ്റ്റലൈൻ വാട്ടർ പ്രൂഫിങ് 4 സ്ട്രോക്കിൻ്റെ TGP എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്റ്റലൈൻ വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്യുകയാണ് ചെയ്തത്. ആക്ച്വലി അത് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മോൾ ഭാഗമാണ്. ഭാവിയിൽ ഞാൻ അങ്ങോട്ട് ഒരു എക്സ്റ്റൻഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബാത്റൂമിൻ്റെ പോർഷൻ സംഗനായിട്ടായിരുന്നു കാസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ അവിടെ കോൺക്രീറ്റ് ചെയ്യും. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോർഷൻ മേ ബി ഞാൻ ജിമ്മായിട്ട് യൂസ് ചെയ്യും. ഒരു പോർഷൻ പിന്നെ അവർക്ക് ഡ്രസ്സുകൾ ഉണക്കുവാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാം എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു പോർഷൻ കണ്ടിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇനി ഡ്രസ്സ് ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്യാതെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് അങ്ങനെ കൊടുന്നിടുകയാണെങ്കിൽ അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ നമ്മൾ ഡ്രെയിൻ ചെയ്യാതെ കൊടുന്നിടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പിന്നെ നമ്മളെ കോൺക്രീറ്റിലോട്ട് ഡ്രിപ്പ് ആകുമ്പോൾ സാധാ ഒരു മഴവെള്ളത്തിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബിനെ ബാധിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ വീടുകളിലും ഇതേപോലെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കി ഇട്ട ഭാഗങ്ങളിൽ നമ്മൾ ഈ ഡ്രസ്സുകൾ ഡ്രെയിൻ ചെയ്യാതെ ഉണക്കാൻ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മളെ കോൺക്രീറ്റ് സ്ലാബിനെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോർഷനും പിന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം പിന്നീടൊരു ഇഷ്യൂസ് വന്ന് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിലൊരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇനി ഒരു സിമെൻറ്റ് ബെഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാനിവിടെ ടൈലിടും. അപ്പോൾ പിന്നെ എനിക്കിവിടെ വാട്ടർ പ്രൂഫിങ് എന്നുണ്ടെങ്കിൽ ടൈലൊക്കെ ഡിമോളിഷ് ചെയ്തിട്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.